പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കുന്നുവെന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 15 നിർദ്ദേശങ്ങൾ ഇറാന് മുന്നിൽ വച്ചതും ഇറാൻ അത് നിരാകരിച്ച് പകരം 5 നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറിയതും കഴിഞ്ഞ ദിവസമാണ്. ഒരു മാസം പിന്നിട്ട യുദ്ധം അവസാനിക്കുമോ എന്ന രീതിയിലുള്ള സംശയങ്ങൾക്കിടയിലാണ് അത്തരം ഊഹാപോഹങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെയും യൂറോപ്പ് രഹസ്യാന്വേഷണ ഏജൻസിയുടെയും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. യുദ്ധത്തിൽ ഇറാന് പ്രത്യക്ഷ പിന്തുണയുമായി റഷ്യ എത്തുന്നു എന്ന വിവരമാണ് യൂറോപ്പ് ഇന്റലിജൻസും US ഇന്റലിജൻസും പങ്കുവച്ചിരിക്കുന്നത്. യുദ്ധത്തിൽ റഷ്യ ഇറാൻ പക്ഷത്താണ് എങ്കിലും പ്രത്യക്ഷമായി റഷ്യ ഇതുവരെ യുദ്ധത്തിൽ പങ്കാളികളായിരുന്നില്ല. രഹസ്യമായി അല്ലെങ്കിൽ സാറ്റലൈറ്റ് സംബന്ധമായ സഹായങ്ങൾ ചെയ്ത് കൂടെ നിൽക്കുകയായിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ റഷ്യൻ ഡ്രോണുകൾ ഇറാനിൽ എത്തുമെന്നാണ് യൂറോപ്പ് ഇന്റലിജൻസ് നൽകുന്ന മുന്നറിയിപ്പ്. റഷ്യയുടെ കൈവശമുള്ള അതിശക്തമായ മാരക പ്രഹരശേഷിയുള്ള ഡ്രോണുകൾ ഇറാന് കൈമാറുന്നതോടെ യുദ്ധത്തിന്റെ ഗതി മാറുമെന്നും ഇറാൻ യുദ്ധത്തിൽ ഇറാന് പ്രത്യക്ഷ പിന്തുണ നൽകുന്ന നടപടിയായി റഷ്യയുടെ ഈ നടപടി മാറുമെന്നും യൂറോപ്യൻ ഇന്റലിജൻസ് ഏജൻസിയെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ ആവശ്യമായ മരുന്നുകൾ, ഭക്ഷണം, ഡ്രോണുകൾ എന്നിവ റഷ്യ ഇറക്കുമതി ചെയ്തേക്കുമെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. റഷ്യയുടെ കൈവശമുള്ള മാരക പ്രഹരശേഷിയുള്ള ഡ്രോണുകൾ കൂടി ഇറാൻ ശേഖരത്തിലേക്ക് എത്തുന്നതോടെ ഇറാൻ കുറെ കൂടി ശക്തരാകും. അതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയും ഇസ്രായേലും കുറെ കൂടി കരുത്തുറ്റ പ്രതിരോധ സംവിധാനങ്ങൾ രംഗത്തിറക്കേണ്ടിയും വരും. ഇത് കൂടുതൽ വലിയ ചിലവ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വരുത്തിവെക്കും. യുദ്ധത്തിന്റെ ഗതി മാറുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ആശങ്കയുണ്ട്. കാരണം യുദ്ധം അവസാനിക്കാൻ പോകുന്നു, വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നതോടെ യുദ്ധം അവസാനിച്ചാൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു യൂറോപ്പ്. അതോടെ യൂറോപ്പിൽ രൂക്ഷമായി കൊണ്ടിരുന്ന എണ്ണ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്നും അവർ കണക്കുകൂട്ടി. എന്നാൽ യുദ്ധം അവസാനിക്കാതിരിക്കുകയും അനിശ്ചിതമായി നീളുകയും ചെയ്താൽ അത് ഹോർമൂസിലും അനിശ്ചിതത്വത്തിന് കാരണമാകും. ക്രൂഡ് ഓയിൽ പ്രതിസന്ധി വർദ്ധിക്കും. ആഗോള സമ്പദ്ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഈ പ്രതിസന്ധി വളരും. ഇപ്പോൾ തന്നെ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുള്ളതിനേക്കാളും ക്രൂഡ് ഓയിലിന് 40% വില വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ബ്രന്റ് ക്രൂഡ് ബാരലിന് $1000 മുകളിലാണ് വ്യാപാരം. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രായേലും ഇറാനിൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ റഷ്യൻ ഡ്രോണുകൾ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് റഷ്യയും ഇറാനും രഹസ്യ ചർച്ച നടത്തിയിരുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അടുത്തയാഴ്ച തന്നെ ആയുധ കൈമാറ്റം നടന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ നേതൃത്വവുമായി ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നതായി റഷ്യൻ സൈനിക വക്താവ് ദിമിത്രി പെസക്കോവ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. ആയുധ കൈമാറ്റ ചർച്ച ഇപ്പോഴാണ് നടക്കുന്നത് എങ്കിലും റഷ്യയിലേക്ക് മരുന്നെത്തിക്കുന്നതിനുള്ള കരാർ നേരത്തെ തന്നെ പൂർത്തിയാക്കിയതാണ്. അസർബൈജാൻ വഴി ഇറാനിലേക്ക് 13 ടൺ മരുന്ന് വിതരണം ചെയ്യുന്നതിനുള്ള കരാറിൽ കഴിഞ്ഞ വർഷം റഷ്യയും ഇറാനും ധാരണയായിരുന്നു. ഇറാൻ യുദ്ധത്തിൽ ഇതുവരെ റഷ്യ നേരിട്ട് പങ്കെടുത്തിരുന്നില്ല. പക്ഷേ സാറ്റലൈറ്റ് വിവരങ്ങൾ നൽകി റഷ്യ ഇറാനെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇസ്രായേൽ ആക്രമണത്തിന് നേരിട്ട് ഇസ്രായേലിൽ മറുപടി നൽകുമ്പോൾ അമേരിക്കൻ ആക്രമണത്തിന് ഇറാൻ മറുപടി നൽകിയിരുന്നത് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിച്ചുകൊണ്ടായിരുന്നു. ഇത് പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിൽ പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിൽ ഇറാനെതിരെ കടുത്ത എതിർപ്പുയരാൻ കാരണമായി. ഈ ഘട്ടത്തിൽ റഷ്യ ഡ്രോണുകൾ കൂടി നൽകി യുദ്ധത്തിൽ പ്രത്യക്ഷമായി ഇടപെടുന്നത് പശ്ചിമേഷ്യൻ മേഖലയിലെ മറ്റു രാജ്യങ്ങളെ കൂടി പ്രകോപിതരാക്കുമെന്നും പശ്ചിമേഷ്യയിൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുമെന്നും വിലയിരുത്തലുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ റഷ്യ ഇറാന് കൈമാറിയതായി നേരത്തെയും ആക്ഷേപം ഉയർന്നതാണ്. കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ, ഒമാൻ, ഇറാഖ്, UAE എന്നീ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയിരുന്നതും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതും. കഴിഞ്ഞ ദിവസവും ഗൾഫ് മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലും കിഴക്കൻ പ്രവിശ്യയിലുമായി വെള്ളിയാഴ്ച 26 ഡ്രോണുകളും 6 ബാലിസ്റ്റിക് മിസൈലുകളും പ്രതിരോധ സേന വിജയകരമായി പ്രതിരോധിച്ചതായി സൗദി അവകാശപ്പെട്ടു. 6 ബാലിസ്റ്റിക് മിസൈലുകളിൽ 2 ആകാശത്ത് വെച്ച് തന്നെ തകർത്തതായും തകർന്നു വീണ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ ഒരു സൈനിക കേന്ദ്രത്തിന് സമീപം പതിച്ചുവെങ്കിലും ആർക്കും പരിക്കേൽക്കുകയോ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്തിട്ടില്ല എന്നും സൗദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കുവൈത്തിലെ ഷുറൈഖ് തുറമുഖം, മുബാറക് അൽ കബീർ തുറമുഖം എന്നിവ ലക്ഷ്യമിട്ട് ഡ്രോൺ മിസൈൽ ആക്രമണം ഉണ്ടായിയെങ്കിലും രണ്ടിടത്തും ആളപായങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭൗതിക നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി കുവൈറ്റ് തുറമുഖ അതോറിറ്റി അറിയിച്ചിട്ടുമുണ്ട്. മുബാറക് അൽ കബീർ തുറമുഖത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ഡ്രോൺ മിസൈൽ ആക്രമണം നടന്നത്. കഴിഞ്ഞ ദിവസം
ഇറാനിൽ നിന്ന് അയച്ച 6 മിസൈലുകളും 9 ഡ്രോണുകളും വിജയകരമായി പ്രതിരോധിച്ചതായി UAEയും അവകാശപ്പെടുന്നുണ്ട്. ഇറാനിൽ യുദ്ധമുണ്ടായേക്കും എന്ന അഭ്യൂഹങ്ങൾ മുൻപ് പരന്നപ്പോഴെല്ലാം തങ്ങളുടെ കൈവശമുള്ള മിസൈൽ ശേഖരത്തെക്കുറിച്ച് ഇറാൻ വെളിപ്പെടുത്തിയിരുന്നതാണ്. അതിശക്തമായ മാരക പ്രഹരശേഷിയുള്ള വിനാശകാരികളായ ബാലിസ്റ്റിക് മിസൈലുകളെ കുറിച്ചായിരുന്നു ചർച്ചകൾ. യുദ്ധം തുടങ്ങി 1 മാസം പിന്നിടുമ്പോൾ വലിയ ഹൈപ്പ് നൽകിയ ഈ വിനാശകാരികളായ മിസൈലുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യവും ശക്തമാണ്. തങ്ങളുടെ പക്കലുള്ള ഏറ്റവും വിനാശകാരികളായ അത്യാധുനിക മിസൈലുകൾ ഇതുവരെ ഇറാൻ പ്രയോഗിക്കാത്തതാണ് അന്താരാഷ്ട്ര പ്രതിരോധ രംഗത്തെ അടക്കം അമ്പരപ്പിക്കുന്നത്. കരുത്തന്മാരായ ഖാസിം ബാസർ, ഇമാദ്, ഫത്ത-2 എന്നീ മിസൈലുകളൊന്നും ഇറാൻ ഇതുവരെ പുറത്തെടുത്തിട്ടില്ല. യുദ്ധത്തിന്റെ ഗതി മാറുമ്പോൾ കൂടുതൽ കനത്ത പ്രഹരം ശത്രു രാജ്യങ്ങൾക്ക് വരുത്തിവെക്കാൻ കണക്കിലെടുത്ത് പിന്നീട് പ്രയോഗിക്കാൻ മാറ്റിവെച്ചതാണോ എന്ന സംശയമാണ് പലരും ഉന്നയിക്കുന്നത്. ശത്രുക്കൾ എവിടെയാണെങ്കിലും അവിടെ തിരഞ്ഞെത്തി കൃത്യമായി തകർക്കാൻ ശേഷിയുള്ള ഖാസിം ബാസർ മിസൈൽ കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഇറാൻ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. തടയാൻ അതീവ പ്രയാസകരമായ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ സാങ്കേതിക വിദ്യയുള്ള ഫത്ത-2, 1700 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇത്തിമാദ്, ചുരുങ്ങിയ ദൂരപരിധിക്കുള്ളിൽ അതിവേഗം ദിശ മാറാൻ കഴിയുന്ന റാദ് 500 എന്നിവയും ഇതുവരെ ഇറാൻ യുദ്ധമുഖത്ത് പ്രയോഗിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. യുദ്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ പഴയ മിസൈലുകളാണ് ഇറാൻ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് സെജ്ജിൽ 2 ടൺ ഭാരമുള്ള പോർമുനകൾ വഹിക്കുന്ന ഖൊറം ഷഹർ, 1 ടൺ ഭാരം വഹിക്കാൻ ഖൈബർ ഷെക്കാൻ എന്നിവയും പ്രയോഗിച്ചിട്ടില്ല. അടുത്തിടെ ഇറാനിൽ നിന്ന് ഏകദേശം 4000 കിലോമീറ്റർ അകലെയുള്ള ഡീഗുഗാർഷയിലെ അമേരിക്ക UK സൈനിക താവളത്തിന് നേരെ ഇറാൻ ഖൊറം ഷഹർ മിസൈലുകൾ തൊടുത്തുവിട്ടത് വിദഗ്ധരെ ഞെട്ടിച്ചിരുന്നതാണ്. മിസൈലിലെ പോർമുനയുടെ ഭാരം കുറച്ച് ദൂരപരിധി വർദ്ധിപ്പിച്ചാകാം ഇറാൻ ഇത് സാധ്യമാക്കിയിരിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു. ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളിലൂടെ തടസ്സപ്പെടുത്താൻ സാധിക്കാത്ത മിസൈലാണ് ഖൊറം ഷഹർ. അതിനൂതന മിസൈലുകൾ ഇറാൻ മാറ്റിവെച്ചിരിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടാകാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇവ ഇതുവരെ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കാത്തതോ അതല്ലെങ്കിൽ ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ദുർബലമാകുന്ന അവസാന ഘട്ടത്തിലേക്ക് കരുതി വെച്ചിരിക്കുന്നതോ ആകാം കാരണമെന്നാണ് കരുതപ്പെടുന്നത്.